എല്ലാവരും വോട്ട് ചെയ്തില്ലേ? എന്താണ് നമ്മളെ ഈ വോട്ടെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു മാതൃകാപരമാണോ? നിഷാദ് ജയിക്കും. നല്ല ആളെ നോക്കി വോട്ട് ചെയ്യാം. നല്ല ആളെ നോക്കി വോട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ മദ്രസിന് ആവശ്യം ആളെ വോട്ട്. ആരാണോ നമ്മളെ മദ്രസക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, ആരാണോ നല്ലത്, അവർക്ക് മാത്രമാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. വോട്ട് ചെയ്യുമ്പോ സ്ലിപ്പ് കയ്യിലില്ലേ? സ്ലിപ്പ് എല്ലാവരും കയ്യിലില്ലേ? ആ സ്ലിപ്പ് ഒന്ന് കാണിച്ചെന്നാണ് മോനെ, ആ സ്ലിപ്പ് ഒന്ന് കാണിച്ചാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാരും പൊന്തിച്ച് പിടിച്ചാണ് സ്ലിപ്പ്. ഈ സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റൂ. എല്ലാരും പൊന്തിച്ച് പിടിച്ചോളൂ, ബാഗിൽ വെക്കരുത്. ആ സ്ലിപ്പ് കയ്യിൽ പിടിക്കാം. സ്ലിപ്പ് ഇല്ലാത്തോല് ലൈന് നിൽക്കരുത് കേട്ടോ. ഉഷാറായി വോട്ട് ചെയ്യണ്ടേ? ഇത് കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് എന്ത് ഉഷാറാ പഠിക്കും. എല്ലാരും ലൈക്ക് ചെയ്താട്ടെ. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാണ് നമ്മളെ ലീഡറായിട്ട് വരിക? റിൻഷാദ്. അപ്പുറത്ത് കൊടുക്ക്. ആരാണ് ലീഡറായിട്ട് വരിക? സഹദ്. ആരാ വരിക? ആരാ ലീഡർ ആവുക? റിൻഷാദോ? എന്താണ്, ആരാണ് ലീഡർ ആവുക? നമ്മളെ റിൻഷാദോ സഹദോ? സഹദ്. നമ്മളെ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് ഇന്ന് സദുർസ്ഥാദിന്റെ അഭിപ്രായം ഒന്ന് അറിയാൻ താല്പര്യപ്പെടുന്നു. അൽഹംദുലില്ലാ, തെരഞ്ഞെടുപ്പ് കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്താനും നമ്മൾ തെരഞ്ഞെടുത്ത ഒരാൾ മദ്രസയുടെ ലീഡറാകുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും കുട്ടികൾക്ക് പൊതുവെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ മറ്റ് എല്ലാ വിഷയങ്ങളിലും കുട്ടികളെ കൂടി പങ്കാളികളാക്കി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അവരോടുകൂടി ഒരു മുഷാവറ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ വോട്ടെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല നിലക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഏകദേശം 95% എന്ന് തന്നെ പറയാം. നല്ല മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുറഞ്ഞ കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും അതിൽ പങ്കാളികളായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇതുമായിട്ട് ഒരുപാട് ആളുകൾ സഹകരിച്ചു. പ്രത്യേകിച്ച് ഇതിനുവേണ്ടി ഈ രൂപത്തിലൊക്കെ ആകാൻ വേണ്ടി അധ്വാനിച്ച, അതിനുവേണ്ടി ചിന്തിച്ച ഉസ്താദുമാർ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട SSFന്റെ വിദ്യാർത്ഥികൾ നന്നായി ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. അവർ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിയന്ത്രിച്ചത്. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യാണ്. അള്ളാഹു തആല നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന അമലായി അള്ളാഹു ഖബൂലാക്കട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാ. നല്ല തീരുമാനമാണ്. വോട്ടെടുപ്പിനെ കുറിച്ചുള്ള ധാരണ നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം തന്നെയാണ്. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, കുറച്ച് മുമ്പ് ഒരു ഇലക്ഷൻ ജനറലായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞു. അസംബ്ലി ഇലക്ഷൻ നടന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നു. അവിടെയൊക്കെ കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ ഉള്ള കാര്യങ്ങൾ അതൊന്ന് നിവർത്തിച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ ആ ഒരു രീതിയിലേക്ക് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ, ജനാധിപത്യ ബോധത്തിലേക്ക് കുട്ടികളെ വളർത്തി വരാൻ ഏറ്റവും പറ്റിയ രൂപത്തിലുള്ള ഒരു പദ്ധതിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ മദ്രസ നടത്തിയിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുഴുവൻ അണിയറ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഉസ്താദുമാരെ, അതിന് പിന്തുണ നൽകിയിട്ടുള്ള SSF പ്രവർത്തകരെ, മദ്രസ ഭാരവാഹികളെ, എല്ലാവരെയും ഏറ്റവും നല്ല സന്തോഷം അറിയിക്കുകയാണ്. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആരൊക്കെ ഉണ്ടോ
വിദ്യാർത്ഥികൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ. ആ പ്രവർത്തനങ്ങൾക്കൊക്കെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് എന്ന് അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. നല്ല റാഹത്തുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ദീക്ഷ നോക്കുന്ന സമയത്ത് 85-90% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ പന്നിക്കോട് ഹിദായത്ത് സുബ്യാൻ മദ്രസയിൽ നമ്മൾ തുടങ്ങിയത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലുള്ളൊരു വോട്ട് എങ്ങനെ ചെയ്യണം, എന്താണ് സ്ഥാനാർത്ഥി, എന്താണെന്നുള്ള അവസ്ഥകളൊക്കെ അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി നമ്മുടെ മദ്രസയ്ക്ക് നല്ല ലീഡറെ കിട്ടണം. അത് കുട്ടികളെ അഭിപ്രായം വോട്ടെടുപ്പിലൂടെ ശേഖരിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിവിടെ തുടങ്ങിയത്. പ്രാക്ടിക്കലായി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളതും അത് ഇപ്പോൾ ഏകദേശം എല്ലാ മദ്രസകളിലും നടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ മദ്രസകളിലും ഈ മദ്രസയിലും പന്നിക്കോട് ഹിദായത്ത് സുബ്യാൻ മദ്രസയിലും എലക്ഷൻ നടന്നത് വളരെ ഭംഗിയായി, സമയബന്ധിതമായി, കൃത്യമായി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുകയും നല്ല നിലയിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്തു.